ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 10 വാക്യം. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് ഇരിക്കാം. യേശുമ്പുരാൻ ഒരു ചടങ്ങിന് പോവുകയാണ്. ഒരു വിവാഹ ചടങ്ങായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനമായ ചടങ്ങാണ്. ആ ചടങ്ങിൽ പോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ ഈ ശാസ്ത്രിമാരും പരീശന്മാരും സാധുക്യരും ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കുവാനുള്ള വെമ്പലിലാണ്. കാരണം അവർ മുൻനിരയിരിക്കുവാനുള്ള ആ തിടുക്കത്തിലാണ്. അപ്പം അവരുടെ ആ വ്യഗ്രത കണ്ടിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുവാണ്, നിങ്ങൾ അങ്ങനെ ആകരുത്. കാരണം നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിന് ക്ഷണിച്ചാൽ, ആ വിരുന്നുശാലയെ ക്ഷണിച്ചാൽ, കല്യാണത്തിനായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ചടങ്ങിന് നിങ്ങളെ ക്ഷണിച്ചാൽ, നിങ്ങൾ പോയി മുൻനിരയിൽ ഇരിക്കരുത്. മുഖ്യ ആസനങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം അവിടെ നിങ്ങൾ ആ മുൻനിരയിൽ പോയി ഇരുന്ന് ആ കസേരകളെല്ലാം അങ്ങ് ഫുള്ളാകുമ്പോൾ, നിങ്ങളെക്കാട്ടിൽ സ്ഥാനവും മാനവും ഒക്കെ അലങ്കരിക്കുന്ന ഒരാൾ, സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ, അവിടെ സ്വാഭാവികമായും ചെയ്യാൻ പോകുന്നത്, അവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കുറഞ്ഞ ഒരാളിനെ ആയിരിക്കും എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. അതൊരു പക്ഷേ നീ ആയിരിക്കാം. അവിടെ പറയുമായിരിക്കാം, ജോസെ നീ എഴുന്നേര്, പുറമോട്ട് പോയിരിക്കാണ്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാർ വന്നിട്ടുണ്ട്, അവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് കൊടുത്തേ മതിയാവും. അപ്പോൾ നമ്മളെ ഇരുന്നിട്ട് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു അപമാനിക്കലിന് തുല്യമാണ്. അപ്പം അങ്ങനെ വരാതിരിക്കുവാനായിട്ടാണ് ഈശ്വരൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ മുഖ്യ ആസനങ്ങളെ തിരഞ്ഞെടുക്കരുത്. നിങ്ങളിലേക്കാട്ടിൽ ഉയർന്ന മാനമേറിയ ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കും. അത് നാണക്കേടാവും. അതുകൊണ്ട് നീ എപ്പോഴും പുറകിൽ പോയിരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ പുറകിൽ പോയിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഇങ്ങനെ മുൻ നിരകളെല്ലാം ഇങ്ങനെ ഫുള്ളായി കഴിഞ്ഞ് ചടങ്ങ് തുടങ്ങാറാകുമ്പോഴും പുറകിൽ തൊട്ട് കാലിയായിട്ട് ഇങ്ങനെ കുറേ സീറ്റ് കിടക്കുകയാണെങ്കിൽ, എന്നോട് ആ സംഘാടകൻ അല്ലെങ്കിൽ അവിടുത്തെ ആ വീട്ടുകാരൻ വന്ന് പറയും, ജോസെ അങ്ങോട്ട് കയറിയിരി, അവിടെ സീറ്റ് കാലിയുണ്ട്, നീ മുമ്പോട്ട് വാ എന്ന് പറയുമ്പം ആ വീട്ടുകാരൻ എന്നെ ചേർത്ത് നിർത്തി എല്ലാവരുടെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്നെ എല്ലാവരും ശ്രദ്ധിക്കുകയും അത് എല്ലാവരുടെ മുമ്പിൽ ഉയർത്തപ്പെടുന്നതിന് തുല്യമാവുമെന്നാണ് യേശുമ്പുരാൻ പറയുന്നത്. പറഞ്ഞതിന് ചുരുക്കമെന്ന് പറയുന്നത്, യേശുമ്പുരാൻ പറയാതെ പറയുകയാണ്, അവിടെ തന്നെത്താൻ താഴ്ത്തണം. അതായത് തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും. നമ്മൾ വിനീത ഹൃദയമുള്ളവരായി എളിമയോടെ താഴ്മയോടെ ജീവിക്കണമെന്നാണ്. ദൈവമുമ്പാകെ എന്ന് പറയുന്നത് വളരെ താഴ്മയോടെ വിനീതരായിരിക്കുകയാണെന്നുള്ളതാണ്. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാനാണ് യേശുമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അല്ല എങ്കിൽ നമ്മൾ അപമാനിക്കപ്പെടുന്ന ഇതുപോലെ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതൊരു പൊങ്ങച്ചത്തിൻ്റെ അനുഭവമാണ്. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹം എന്നോട് പറയുകയാണ്, ഞാനും അത്ര കുറഞ്ഞവനല്ല, അവനെ പോലെ തന്നെ മാനവും സ്ഥാനവും ഒക്കെ എനിക്കുമുണ്ട്, എനിക്കും സമ്പത്തുണ്ട്, എനിക്കും വലിയ വലിയ കാറൊക്കെ ഉണ്ട്, എനിക്കും കുടുംബമഹിമയുണ്ട്, ഞാനും അവനേക്കാട്ടിൽ കുറഞ്ഞവനല്ല എന്ന് ഒരു പൊങ്ങച്ചം കാണിക്കാനായിട്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളവിടെ ഇരിക്കുമ്പോഴായിരിക്കാം നമ്മളെ ഒരാൾ വന്ന് നിർബന്ധിക്കുക, നീ എഴുന്നേറ്റ് പുറകിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് നാണക്കേടാവും, അത് അപമാനിക്കാൻ തുല്യമാവും. അപ്പോൾ തന്നെത്താൻ ഉയർത്തുന്നവൻ പൊങ്ങച്ചം കാണിച്ചു പോകാൻ എല്ലാവരുടെ മുമ്പിൽ അവമാനിക്കപ്പെട്ട് താഴ്ത്തപ്പെട്ട് പുറയിലേക്ക് പോകുന്നു. ആ ഒരു അനുഭവം വരാതിരിക്കുവാനായിട്ടാണ് യേശുമ്പുരാൻ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ആകരുത്, മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കരുത്. ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ നിങ്ങൾ വളരെ താഴ്മയോടെ പുറകിൽ പോയിരിക്കണമെന്ന് പറയുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെരുവീഥിയിലൂടെ ഒരു പ്രായമായ ഒരു അപ്പച്ചൻ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പച്ചൻ്റെ ഊരോ പേരോ ഒന്നും അറിയത്തില്ല. അപ്പച്ചൻ എവിടെ ജനിച്ചോന്നും ഒന്നും അറിയത്തില്ല. 10-75 വയസ്സുണ്ട്, 80 വയസ്സ് അടുക്കുന്നുണ്ട്. എന്നാൽ അപ്പച്ചന് നല്ല ആരോഗ്യമാണ്. കാരണം അപ്പച്ചൻ ഇങ്ങനെ നടക്കുകയാണ്, എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ എവിടുന്നേലും കിട്ടുന്ന ആഹാരം കഴിക്കും, വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, മുടിയൊക്കെ ഇങ്ങനെ ചീകാതെയും ഒന്ന് വെട്ടാതെയും അതുപോലെ ഷേവൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ അങ്ങനെ മുഷിഞ്ഞ വേഷമൊക്കെ ധരിച്ച് എപ്പോഴും നടന്നലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്പച്ചൻ. എവിടുന്നേലും ആഹാരം കിട്ടും, അത് കഴിഞ്ഞ് ഈ അപ്പച്ചന് ഏതെങ്കിലും കടത്തിനേൽ കിടന്ന് ഉറങ്ങും. അങ്ങനെയുള്ളൊരു അപ്പച്ചൻ. അപ്പോൾ ഈ അപ്പച്ചൻ നല്ല പാട്ടൊക്കെ പാടും, അല്ലെങ്കിൽ എവിടുന്നേലും തുണ്ടുപേപ്പർ കിട്ടിയാൽ ഉടനെ അത് വായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ചിലർ ആ അപ്പച്ചനെ ശ്രദ്ധിച്ചു. അങ്ങനെ അപ്പച്ചനെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഈ സന്നദ്ധ സംഘടനക്കാരോടൊക്കെ പറഞ്ഞു. ആ സന്നദ്ധ സംഘടനക്കാർ വന്നിട്ട് ഈ അപ്പച്ചനെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് അവർ കൊണ്ട് നിയമാനുസരണം നടത്തുന്ന ഒരു സഭയുടെ ഒരു വൃത്തസ്ഥാനത്തിൽ കൊണ്ടാക്കി. അത് നിയമപരമായിട്ട് തന്നെ ആ വൃത്തസ്ഥാനത്തിൽ കൊണ്ടാക്കി.
ആ വൃദ്ധസദനം എന്ന് പറയുന്നത് ഒരു സഭ നടത്തുന്നതാണ്. ആ ആ അതിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് അവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. അവിടുത്തെ അന്തേവാസികൾക്ക് മാനസികോല്ലാസത്തിന് വേണ്ടിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ ഒരു ഡയറി ഫാം ഉണ്ട്. ആ ഡയറി ഫാമിൽ പലതരത്തിലുള്ള പശുക്കളുണ്ട്. പിന്നെ ആട് കൃഷിയുണ്ട്. അതുപോലെ ഒരു കൃഷിയിടമുണ്ട്, കൃഷി ഫാമുണ്ട്. അവിടെ പലതരത്തിലുള്ള കൃഷികൾ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് അവിടുത്തെ അന്തേവാസികൾക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടി പല കാര്യങ്ങളുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ആ ജോലിയിലൊക്കെ ഏർപ്പെടാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലുള്ള വൃദ്ധസദനമാണ്. അതിനോട് ചേർന്ന് ചെറിയൊരു ചാപ്പലുമുണ്ട്. അപ്പം ഈ അപ്പച്ചനെ അവിടെ കൊണ്ടുവന്നു കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് അപ്പച്ചനെ ഇവിടെ ആക്കി. അപ്പോൾ ഈ അപ്പച്ചന് ൻ്റെ കഴുത്തേൽ ഒരു കൊന്തയുണ്ട്. അതായത് ഒരു മാലയുണ്ട്. ആ മുത്തുമാലയിൽ ഒരു മാതാവിൻ്റെ പടമുണ്ട്. അതുകൊണ്ട് ഈ അപ്പച്ചനെ അവർ വർഗീസ് എന്ന് പേരിട്ടു. അങ്ങനെ വർഗീസ് എന്ന് പേരിട്ട് അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ താമസിക്കുമ്പോൾ ഈ അപ്പച്ചനെ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വിളിക്കുമ്പോൾ അപ്പച്ചനെ കാണത്തില്ല. ഈ അപ്പച്ചൻ എവിടെ ആയിരിക്കും എന്നറിയുമോ? ആ കൃഷിയിടങ്ങളിൽ പോയി അവിടെ വരുന്ന ആ പലതരത്തിലുള്ള പക്ഷികളോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. കാക്കയോടും തത്തയോടും കുരുവിയോടും ഒക്കെ അവരോട് ഇങ്ങനെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത്താഴമൂണ് സമയത്ത് അപ്പച്ചനെ കാണത്തില്ല. അപ്പോൾ അപ്പച്ചനെ നോക്കുമ്പോൾ അപ്പച്ചൻ ആ ഡയറി ഫാമിൽ പോയി പശുക്കളോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. കുഞ്ഞമ്മ, കണ്ണമ്മ, അങ്ങനെ ആ പശുക്കളെ പേര് പറഞ്ഞ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രകൃതമാണ് ഈ അപ്പച്ചൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വൃദ്ധസദനത്തിൻ്റെ എല്ലാം കൂടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉന്നതാധികാരിയായ ഒരു തിരുമേനി അവിടെ വന്നു. ആ തിരുമേനിയാണ് അതിൻ്റെ രക്ഷാധികാരി. അപ്പോൾ ആ തിരുമേനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുമേനി വളരെ ചെറുപ്പത്തിലേ മെത്രാനായ ഒരു തിരുമേനിയാണ്. 49 വയസ്സേ ഉള്ളൂ. 49 വയസ്സിലായപ്പം വളരെ ചെറുപ്പത്തിലെ തിരുമേനിയായ ഒരു മെത്രാനായ ഒരു തിരുമേനിയാണ്. ആ തിരുമേനി സത്യത്തിൽ ഈ അപ്പച്ചൻ്റെ മുമ്പിൽ മകൻ്റെ പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ മകൻ്റെ പ്രായമുള്ള ഒരു തിരുമേനി അപ്പച്ചനോട് കാര്യം പറയാണ്. അപ്പം ഇങ്ങനെ അവരുടെ വാസസ്ഥലം ഇങ്ങനെ നോക്കുമ്പോൾ ഈ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച എന്താ അപ്പച്ച വർഗീസപ്പച്ച പള്ളി വരാത്തെ? ചാപ്പലുണ്ടല്ലോ, ഇന്ന് സന്ധ്യപ്രാർത്ഥനയ്ക്ക് വന്നില്ലല്ലോ എന്ന് പറയുമ്പം ഈ ഈ അപ്പച്ചൻ പറയുകയാണ്, ആ ഹുസൈൻ വന്നിട്ടില്ലല്ലോ പള്ളിയിൽ, ദാമോദരൻ പള്ളിയിൽ പോകുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ വരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഈ തിരുമേനി പറഞ്ഞു, അപ്പച്ചൻ അങ്ങനെയല്ല, അപ്പച്ചൻ ഇനി പള്ളി വരണം, എല്ലാ ഞായറാഴ്ചയും ആ ചാപ്പലിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. കാരണം യേശുവിന് അപ്പച്ചനെ വലിയ ഇഷ്ടമാണെന്ന് പറയുക. എന്നാ വരാമെന്ന് പറയുക. ഉടൻ തന്നെ ഈ തിരുമേനി അച്ഛന്മാരോട് പറഞ്ഞു, ഈ അപ്പച്ചൻ നല്ല ഒരു വെള്ള ഷർട്ടും നല്ലൊരു വെള്ള മുണ്ടും കൊടുക്കണം, അപ്പച്ചനെ ഒരു 2-ാം മുണ്ട് എഴുതണമെങ്കിൽ ഒരു തോർത്തും എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തിരുമേനി അവിടുന്ന് പോയി. പിറ്റേ ദിവസം കുർബാനയാണ്. ആ കുർബാനയ്ക്ക് ആ തിരുമേനി അങ്ങോട്ട് കയറാൻ നോക്കുമ്പം ഈ മുൻനിരയിൽ ഈ അപ്പച്ചൻ നിൽക്കുന്നുണ്ട്. ആ വെള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് ഈ അപ്പച്ചൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ തിരുമേനിക്ക് ഒത്തിരി സന്തോഷമായി. ഈ തിരുമേനി അങ്ങനെ കുർബാന ആരംഭിച്ചു. ഏവൻഗേലിയോൻ വായിക്കുവാനായിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. ഏവൻഗേലിയോൻ പീഠത്തിൽ ഇങ്ങനെ ഈ ഏവൻഗേലിയോൻ ഇങ്ങനെ വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും ഓരോ അച്ഛന്മാരുണ്ട്. ഇങ്ങനെ ഏവൻഗേലിയോൻ വായിച്ചു തുടങ്ങി അത് മുഴുമിപ്പിച്ചില്ല. ഉടൻ തന്നെ ഈ ഏവൻഗേലിയോൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അപ്പച്ചന് ഈ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആ ചുവന്ന വായിലൂടെ എല്ലാവരുടെ മുമ്പിലൂടെ പുറകിൽ പോയി. എന്നിട്ട് ആ ചെറിയ ഒരു തിണ്ണ പോലെ ഒരു പോർച്ച് പോലെ ഉണ്ട് ആ ചാപ്പലിന്. ആ പോർച്ച് നിൽക്കുകയാണ്, വരാതെ നിൽക്കുകയാണ്. എന്നിട്ട് ആ പടിഞ്ഞാറേ വാതിലൂടെ നോക്കി നിൽക്കുകയാണ്. തിരുമേനിക്ക് ഒത്തിരി ദേഷ്യം വന്നു. കാരണം തിരുമേനി ചെറുപ്പമാണ്, 49 വയസ്സേ ഉള്ളൂ. ഈ അപ്പച്ചന് ഈ തിരുമേനിയുടെ അപ്പനാവാനുള്ള പ്രായമുണ്ട്. ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. പക്ഷെ തിരുമേനി കുർബാന ചൊല്ലുകയാണ്. ആ ദേഷ്യമൊക്കെ ഉള്ളിലടക്കി കുർബാനയെല്ലാം തീർത്തു. കുർബാന തീർന്നു കഴിഞ്ഞ് ഈ തിരുമേനി ഉടനെ ഇറങ്ങിപ്പോയത് ഈ അപ്പച്ചൻ്റെ അടുത്തേക്കാണ്. ഈ അപ്പച്ചൻ്റെ അടുത്ത് പോയി അല്പം ദേഷ്യത്തോടെ അപ്പച്ചനെ ശാസിക്കുകയാണ്. അപ്പച്ചൻ എന്ത് പണിയാണ് വർഗീസപ്പച്ച കാണിച്ചത്? ഏവൻഗേലിയോനെ ധിക്കരിച്ച് അവമാനിച്ചുകൊണ്ടാണ് അപ്പച്ചൻ ഇറങ്ങി വന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഏവൻഗേലിയോനെ ധിക്കരിക്കുക, അല്ലെ അവമാനിക്കുക, പുറംതിരിഞ്ഞ് പോവുക എന്ന് പറഞ്ഞാൽ യേശുവമ്പുരാനെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ അപ്പച്ചൻ സ്വതസിദ്ധമായ നിഷ്കളങ്കതയോടെ പറയാണ്, അയ്യോ ഞാൻ ആ യേശുവമ്പുരാനെ ധിക്കരിച്ചല്ല, തിരുമേനി പറഞ്ഞില്ലയോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പുറകിൽ പോയി നിൽക്കണമെന്ന്, അതിന് ഞാൻ പുറകിൽ വന്ന് എന്ന് പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ ഏവൻഗേലിയോൻ ഭേദഭാഗം എന്ന് പറയുന്നത് ഈ വേദഭാഗമായിരുന്നു. ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായിരുന്നു വായിച്ചത്. കാരണം പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ഞായറാഴ്ചയിലെ വേദഭാഗമാണ്. അതാണ് വായിച്ചത്. ആ വേദഭാഗത്തിൽ യേശുവമ്പുരാൻ ഇതാ പറയുന്നത്, മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കരുത്, നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ഫ്രണ്ടിൽ പോയി ഇരിക്കരുത്, നിങ്ങൾ പുറകിൽ പോയി ഇരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഈ വേദഭാഗം വരികയാണ്, നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുകയാണ്. അതനുസരിച്ച് ആ വചനം അനുസരിച്ചാണ് ഈ അപ്പച്ചന് വെളി വന്നിരിക്കുന്നത്.
സത്യത്തിൽ ഈ വാക്ക് കേട്ടപ്പോഴ്, ഈ അപ്പച്ചൻ പറയുന്നത് കേട്ടപ്പോഴ് ഈ തിരുമേനിക്ക് നാവ് ഇറങ്ങിപ്പോയി. ഒന്നും മിണ്ടാതായിപ്പോയി. ആ തിരുമേനിയുടെ കണ്ണിലൂടെ വെള്ളം വന്നു. കാരണം തിരുമേനി ഒരു പുരോഹിതനാണ്. ഈ ഒരു പുരോഹിതനായിട്ട് ഇത്രയും വർഷമായിട്ട് ഈ വേദപുസ്തകമൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ട് ഇതേവരെ ഈ തിരുവചനത്തെ അതേപടി അനുസരിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇതാ ഇന്ന് കേട്ട ഒരു വേദഭാഗം, ഇന്ന് വേദഭാഗം വായിച്ചു കേട്ടു. ലോകം മൊത്തം ബുദ്ധിമാന്ദ്യമുണ്ട്, മാനസിക വൈകല്യമുണ്ടെന്ന് പറഞ്ഞ ഒരു അപ്പച്ചൻ ഇതാ ലോകം മൊത്തം വേറെ രീതിയിൽ കാണുന്ന ഒരു അപ്പച്ചന് ഈ വേദഭാഗം ഇന്ന് കേട്ടതേ ഉള്ളൂ. ആ വേദഭാഗത്തെ അതേപടി അനുസരിച്ചുകൊണ്ട് വെളിയിൽ പോയി നിൽക്കുമ്പോൾ ആ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന ഒരു അപ്പച്ചനെ കണ്ടുകൊണ്ട് ഈ തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. പ്രിയമുള്ളവർ, അവിടെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ അപ്പച്ചനെ ഈ തിരുമേനി ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐക്യലേക്ക് കൊണ്ട് നിർത്തി അവിടെ നിന്ന് ജനങ്ങളോട് പറയുകയാണ്, ഇതാണ് വർഗീസ് അപ്പച്ചൻ. ഈ തിരുവചനത്തെ അതേപടി, ഈ വചനത്തെ അതേപടി അനുസരിച്ച് ജീവിക്കുന്ന ഒരു അപ്പച്ചൻ. ഇതുപോലെ നമുക്ക് ജീവിക്കുവാനാകുമോ? എനിക്കിതുപോലെ ജീവിക്കാൻ പറ്റുന്നതല്ല. ഈ അപ്പച്ചനെ നോക്കി പഠിക്കുക. നമുക്ക് ഈ അപ്പച്ചനെ പോലെ നമുക്ക് ഇതുപോലെ ഈ ദൈവത്തെ അനുസരിച്ച്, ഈ വചനത്തെ അനുസരിച്ച് ജീവിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതാ പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ആ വർഗീസ് അപ്പച്ചൻ ഉയർത്തപ്പെടുകയാണ്. ഈ അപ്പച്ചൻ ഒന്നും അറിയാതെ നിഷ്കളങ്ക ഹൃദയത്തോടെ വെളിയിൽ പോയപ്പോൾ എല്ലാവരുടെയും മുന്നിലൂടെ ഒരു തിരുമേനി, ഒരു മെത്രാച്ചൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഐക്യലേ വന്നുകൊണ്ട് ഈ അപ്പച്ചനെ ഉയർത്തി കാണിക്കുകയാണ്. അതാണ് തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം, തന്നെത്താൻ താഴ്ത്തുന്നതെല്ലാം ഉയർത്തപ്പെടും എന്ന് പറയുന്നത്. തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ഇവിടെ ഇതാ വർഗീസ് അപ്പച്ചൻ ഉയർത്തപ്പെടുകയാണ്. ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാം. ആ ഒരു അനുഭവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെത്താൻ താഴ്ത്തപ്പെടണം. ദൈവം മുമ്പാകെ വിനീതരായി, താഴ്മയുള്ളവരായി, എളിമയോടെ ദൈവം മുമ്പാകെ ആയിരിക്കുമ്പോഴാണ് ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.